ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ഫെബ്രുവരി 16 ഞായറാഴ്ച മുതൽ 22 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കുംഭൻ രാശിയിൽ അവിട്ടം ചതയം ഞാറ്റുവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ചതുർത്ഥി മുതൽ നവമി വരെ അത്തം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ചൊവ്വ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ കുംഭൻ രാശിയിൽ ചതയം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും ശുക്രനും രാഹുവും മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രവർത്തന മേഖലയിൽ ഉന്മേഷം അനുഭവപ്പെടും. മറ്റുള്ളവരുടെ വാക്കുകളിൽ ചിലതൊക്കെ സ്വീകാര്യമാകും. തള്ളേണ്ടത് തള്ളാനും വിവേകത്തോടെ തീരുമാനം എടുക്കാനും കഴിയും. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടും. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അധികം ക്ലേശിക്കാതെ നേടിയെടുക്കുവാൻ കഴിയും. സൗഹൃദം വിപുലമാകും. ചില പുതിയ കൂടിച്ചേരലുകൾ മനസ്സിന് നവോന്മേഷം പകരുന്നതായിരിക്കും. അനാവശ്യമായി തിടുക്കം ഒരു കാര്യത്തിലും വേണ്ടിവരില്ല. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിൽ നല്ല കരുതൽ വേണം. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകും. തൊഴിൽ മേഖലയിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. കുടുംബജീവിതത്തിലും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിനോദങ്ങളിലും വ്യായാമങ്ങളിലും മുടക്കം വരില്ല. ഇഷ്ടഭക്ഷണവും ശരിയായ വിശ്രമവും ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല. ആശ്വാസകരമായ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഭാവിക്ക് ഉതകുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. ബന്ധുസമാഗമം സാധ്യമാകും. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന സാഹചര്യങ്ങൾ വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുവാൻ കഴിയും. വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് മേന്മ കുറഞ്ഞേക്കും. ഓഹരി വിപണിയിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിഗമനങ്ങളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. അപ്രസക്ത കാര്യങ്ങൾക്കായി സമയവും ഊർജവും ചെലവഴിക്കേണ്ടതായി വരും. പുതു സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ക്ലാസ്സുകളിൽ പങ്കെടുത്തേക്കും. ധനസമാഹരണം അത്ര എളുപ്പമല്ലെന്ന് അനുഭവത്തിൽ നിന്ന് തിരിച്ചറിയും. പ്രിയപ്പെട്ടവരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. പാരിതോഷികം നൽകാനും മടി കാണിക്കില്ല. യുവജനങ്ങൾക്ക് ഒരു ആലസ്യം അനുഭവപ്പെട്ടേക്കും. യുവജനങ്ങളുടെ നടപടികൾ ഗ്രഹാന്തരീക്ഷത്തെ കലുഷമാക്കിയേക്കും. ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും. സഹപ്രവർത്തകരുടെ ചുമതലകൾ കൂടി ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആലോചനകൾ പ്രാവർത്തികമാക്കാൻ തടസ്സങ്ങളുള്ളതായി അനുഭവപ്പെടും. സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശം ഉണ്ടായേക്കും. സന്താനങ്ങളുടെ നിർബന്ധശീലങ്ങൾ അമ്പരിപ്പിച്ചേക്കും. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കർമ്മരംഗത്ത് മുന്നേറുവാൻ കഴിയും. തൻ്റേതായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും കഴിയുന്നതാണ്. ചുമതലകളിൽ വീഴ്ചയുണ്ടാവില്ല. സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയം ഫലപ്രദമായി തീരും. വ്യാപാരികൾക്ക് നേട്ടമുണ്ടാകും. ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്തുവാനും കഴിയും. പ്രണയികൾക്ക് ആഹ്ലാദം പങ്കിടാനുള്ള അവസരങ്ങൾ ലഭിക്കും. വാങ്ങാൻ ആഗ്രഹിച്ചവ പാരിതോഷികമായി ലഭിച്ചേക്കും.
മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ആത്മാർത്ഥമായി പെരുമാറിയാലും മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല. സ്വൈര്യക്കേടും വന്നും പോയുമിരിക്കും. സാമ്പത്തികമായുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ്. ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. വ്യാപാര വിപണന മേഖല ലാഭകരമാകും. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞേക്കാം. ഉത്സവങ്ങൾക്കും ഉല്ലാസങ്ങൾക്കുമായി കൂടുതൽ സമയം ചെലവഴിക്കും. പുതിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ്. പ്രണയികൾക്ക് അനുകൂല സമയമാണ്. വാക്കുകൾ പരുഷമാകാതെ ശ്രദ്ധിക്കണം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ഔദ്യോഗികമായി കൂടിയാലോചനകൾ ഉണ്ടായേക്കും. എങ്കിലും അവ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ലഭിക്കണം എന്നില്ല. കച്ചവടത്തിൽ കൂടുതൽ പണം മുടക്കുന്നതിൽ ജാഗ്രത വേണം. കുടുംബകാര്യങ്ങളിൽ കലഹ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രതികരണത്തിൽ മൗനം ഭജിക്കുന്നതാകും ഉചിതം. പൊതുരംഗത്ത് സൽപ്പേര് നിലനിർത്താൻ ക്ലേശിക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ ആശ്വാസവാക്കുകളും പിന്തുണയും പ്രതീക്ഷിക്കാം. ആഴ്ച അവസാന ദിവസങ്ങളിൽ കൂടുതൽ സ്വസ്ഥത അനുഭവപ്പെടുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് ചുമതലകൾ വർദ്ധിക്കും. ചിലർ അവധിയെടുത്താലോ എന്ന് ആലോചിച്ചേക്കും. എന്നാൽ ഇത് വിധി എന്ന് കരുതി പിന്തിരിയാനും സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ താളത്തിനനുസരിച്ച് ചലിക്കുവാൻ തയ്യാറാകും. സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾക്ക് ധനം കണ്ടെത്താൻ കഴിയും. പുതിയ വാഹനം അധീനതയിൽ വന്നുചേരും. സ്വതന്ത്രമായ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് മുന്നേറ്റം ഉണ്ടാകും. കുടുംബത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ അലംഭാവം പാടില്ല. വാരാന്ത്യ ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാകും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് അവസരോചിതമായി പ്രവർത്തിക്കുവാൻ കഴിയും. അഭിനന്ദനങ്ങൾ നേടുവാനും സാധിക്കും. ആസൂത്രണ മികവിലൂടെ കാര്യവിജയം സാധ്യമാകും. വാരം മധ്യ ദിവസങ്ങളിൽ ആലസ്യമോ ഉന്മേഷക്കുറവോ അനുഭവപ്പെട്ടേക്കും. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബാംഗങ്ങളോട് കലഹിച്ചേക്കും. സന്താനങ്ങളുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കും. എന്നാൽ പിന്നീട് അതേക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കും. ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും. ആത്മീയ സാധനങ്ങൾക്ക് അവസരം ലഭിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ബുധൻ മൗഢ്യാവസ്ഥയിൽ തുടരുന്നതിനാൽ കാര്യങ്ങൾ സുഗമമാകണം എന്നില്ല. സാധ്യം എന്ന് കരുതിയത് ചിലപ്പോൾ അസാധ്യം ആയേക്കും. താൽക്കാലിക പദവികൾ ഒഴിഞ്ഞുകൊടുക്കേണ്ട സ്ഥിതി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആലസ്യത്തിന് സാധ്യതയുണ്ട്. വ്യാഴം 11-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി മോശമാകില്ല. ഇടപാടുകളിൽ കൃത്യത ഉണ്ടാവുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്യും. വസ്തു വ്യാപാരത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്നുചേരും. കുടുംബസമേതം തീർത്ഥാടനത്തിന് അവസരം ലഭിക്കുന്നതാണ്. പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിലുകളിൽ ഇപ്പോൾ പുരോഗതി വന്നുചേരുന്ന കാലമാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ വാരമാണ്. ചില ഊഹങ്ങളും തോന്നലുകളും ശരിയായി എന്നു വരുന്നതാണ്. അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. കർമ്മമേഖലയിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയും. ഗാർഹിക അന്തരീക്ഷം തൃപ്തികരമായിരിക്കും. ദമ്പതിമാർക്ക് പരസ്പര വിശ്വാസം കരുത്തു പകരും. വസ്തു വിൽക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും. സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ സമയം നീട്ടിക്കിട്ടും. അധിക ചെലവുകൾക്കും ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ധനവരവ് മോശമാകില്ല. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ താൽപ്പര്യം കൂടും. അണിഞ്ഞൊരുങ്ങുവാൻ കൂടുതൽ സമയം ചെലവഴിക്കും. വീട് മൂടി പിടിപ്പിക്കുകയോ വാഹനം മാറ്റി വാങ്ങുകയോ ചെയ്യും.
കച്ചവട രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധിക ചുമതലകൾ വന്നുചേരും. കുട്ടികളുടെ സ്കൂൾ സന്ദർശിക്കേണ്ടതായി വന്നേക്കാം. പഴയ സൗഹൃദങ്ങൾ പുതുക്കപ്പെടും. പണയ വസ്തുവിന്മേലുള്ള തിരിച്ചടവിന് വിഷമമുണ്ടാവില്ല. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദിശാബോധമുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിയും. പ്രവർത്തനം മേലധികാരികളിൽ മതിപ്പ് ഉളവാക്കും. മറ്റുള്ളവരിലെ നന്മയെ അഭിനന്ദിക്കാൻ തയ്യാറാകും. സംഘടനാ രംഗത്ത് അംഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. പിൻവലിഞ്ഞാലും കൂടുതൽ ചുമതലകൾ വന്നുചേരും. പാരമ്പര്യമായി ചെയ്യുന്ന തൊഴിലുകളിലെ മാന്ദ്യം മാറുന്നതായിരിക്കും. രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും. പൊതുകാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും. ക്ഷേത്രോത്സവത്തിൻ്റെ നടത്തിപ്പിൽ സഹകരിക്കും. സന്താനങ്ങളുടെ പഠിപ്പിലും കൂട്ടുകെട്ടിലും ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. അവിവാഹിതർക്ക് വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ വാരമാണ്. പ്രവർത്തന രംഗത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകും. സഹപ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. കുറച്ചു കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വരുമാന മാർഗം യാഥാർത്ഥ്യമാകും. കുടുംബാംഗങ്ങളെ സ്വന്തം ബിസിനസ്സിൽ പങ്കാളിയാക്കുവാൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പരീക്ഷകൾ എഴുതുവാനുള്ള ആത്മവിശ്വാസം ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകളിൽ തീരുമാനമാകും. സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചന പൂർത്തീകരിക്കുവാൻ കഴിയും. ബന്ധുക്കളുടെ ഉദാസീനത ചിലപ്പോൾ വിഷമിപ്പിക്കുന്നതായിരിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമൂഹ്യ വീക്ഷണത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും. ഒപ്പമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും. തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും. പഠനം പൂർത്തിയാക്കിയ ചെറുപ്പക്കാർക്ക് കൂടുതൽ നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. വ്യാപാര രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ പാളിപ്പോകാൻ ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. നക്ഷത്രാധിപനായ ചൊവ്വ ശത്രുരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട്. സുകുമാര കലകളിൽ പരിശീലനത്തിലുള്ള സാഹചര്യം ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ വിമർശിക്കപ്പെടും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്നമനേച്ഛ ഉള്ളവർക്ക് ലക്ഷ്യപ്രാപ്തി കൈവരുന്ന കാലമാണ്. ഗ്രഹങ്ങളുടെ ആനുകൂല്യത്താൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും. തൊഴിൽ രംഗത്തെ കിടമത്സരങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ കഴിയും. വ്യാപാര രംഗം ഉന്മേഷഭരിതമാകും. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിൽ വിജയിച്ചേക്കും. വിദേശത്ത് പോകാൻ താൽപ്പര്യമുള്ളവർക്ക് കാര്യസാധ്യത്തിനുള്ള വഴി തെളിയുന്നതാണ്. പഴയ ഉപകരണങ്ങൾ വിൽക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. പ്രണയികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. പഴയകാല സുഹൃത്തുക്കളുമായി വീണ്ടും ആശയവിനിമയം നടത്താൻ കഴിയും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് പ്രായോഗിക പരിശീലനത്തിന് ചില ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതാണ്. മുതൽ മുടക്കുകളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടും. പൂർവിക സ്വത്ത് സംബന്ധിച്ച വ്യവഹാരം കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ ശ്രമം തുടരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലുള്ള സാധ്യത തെളിയും. സംഘടനകളിലെ ചുമതലകൾ ഒഴിയാൻ ആഗ്രഹിക്കും. പലതരം താൽപ്പര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നതിനാൽ ഏകാഗ്രത നഷ്ടപ്പെട്ടേക്കും. ആഴ്ച അവസാന ദിവസങ്ങളിൽ മനസ്സമാധാനം അനുഭവപ്പെടുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്നതാണ്. അശ്രദ്ധ മൂലം അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. തെറ്റിദ്ധാരണ മൂലം ശത്രുക്കളെ സമ്പാദിച്ചേക്കും. വാക്കിലും പ്രവൃത്തിയിലും കരുതൽ വേണം. ആഴ്ച അവസാന ദിവസങ്ങളിൽ അനുകൂല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ചിട്ടയിലും ലോട്ടറിയിലും ലാഭം ഉണ്ടാകുന്നതാണ്. രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ആശ്വാസം അനുഭവപ്പെടും. കൈവായ്പകൾ മടക്കിക്കൊടുക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ ശുപാർശകളാൽ കാര്യസാധ്യം ഉണ്ടാകും. ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ പഠിക്കാനായി
ജോലി ഉപേക്ഷിക്കുകയോ അവധിയെടുക്കുകയോ ചെയ്യാനിടയുണ്ട്. പുതിയ ജോലിയിൽ നിയമനം കാത്തിരിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. സമിതികളിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. എഴുത്തുകാർക്ക് വായനക്കാരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ്. വസ്തുവിൽപ്പനയിൽ വളരെ ശ്രദ്ധ വേണം. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ക്ലേശിക്കുന്നതാണ്. വാഹനം, യന്ത്രം, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം. പ്രണയികൾക്ക് അനുകൂല സമയമാണ്. ചിട്ടയിലും ലോട്ടറിയിലും മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് പുരോഗതി ഉണ്ടാകും. ശാസ്ത്രീയവും പ്രായോഗികമായ വശങ്ങൾ ചിന്തിച്ചാവും പ്രവർത്തിക്കുക. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും. സമൂഹത്തിൻ്റെ ആദരം ലഭിക്കുന്നതാണ്. ഭിന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകും. ലാഭവിഹിത വ്യവസ്ഥയോടുകൂടി കൂട്ടുകച്ചവടത്തിൽ പങ്കുചേരും. എന്നാൽ വലിയ തോതിൽ പണം മുടക്കുവാൻ ഇപ്പോൾ സമയം അനുകൂലമല്ല. കുടുംബാംഗങ്ങളുടെ ഭാവി ശ്രേയസ്സിനായി സാമ്പത്തിക നിക്ഷേപം നടത്തുവാൻ കഴിയും. ദാമ്പത്യത്തിൽ സൗര്യവും സമാധാനവും ഉണ്ടാകും. എന്നാൽ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം ഉന്മേഷഭരിതമാകും. അന്യരുടെ ചുമതലകൾ സ്വയം ഏറ്റെടുക്കും. സഹായ മനസ്ഥിതി ചിലർ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് പിന്നീടാകട്ടെ എന്ന് തീരുമാനിക്കും. കരുതി വച്ചിരുന്ന ധനം വീട് മോടി പിടിപ്പിക്കുവാൻ ചെലവഴിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ തീരുമാനമാകും. വയോജനങ്ങളുടെ അഭിപ്രായം സ്വീകാര്യമാകും. സുഹൃത്ത് സമാഗമങ്ങളിൽ സംബന്ധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക മേഖലയിൽ അവഗണിക്കപ്പെടുന്നതായി തോന്നും. പ്രതിഷേധങ്ങൾ എതിർപ്പുകൾക്ക് കാരണമാകുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. കൂട്ടുകെട്ടുകളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാകും. ചിലരുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. ഇൻഷുറൻസ്, ചിട്ടി, ലോട്ടറി, മറ്റു നറുക്കെടുപ്പുകൾ എന്നിവയിൽ നിന്നും നേട്ടം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ആകും. ആരോഗ്യകാര്യത്തിൽ വ്യായാമം ശ്രദ്ധിക്കണം. വാരം അവസാന ദിവസങ്ങളിൽ സർവ്വകാര്യങ്ങളിലും ഒരു കരുതൽ വേണ്ടതുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ പലതും കരുതിയതുപോലെ അത്ര എളുപ്പമായേക്കില്ല. കുറച്ചധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിക്കേണ്ട സന്ദർഭമാണ്. സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. അപ്രതീക്ഷിതമായ സഹായങ്ങൾ പല വഴികളിലൂടെ ലഭിച്ചേക്കും. ഗുരുജനങ്ങളെ സന്ദർശിക്കാനും അവരുടെ അനുഗ്രഹം നേടാനും ഇടയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം പ്രതീക്ഷിക്കാം. വാക്കുകളിലും കർമ്മങ്ങളിലും മിതത്വം പാലിക്കണം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞേക്കും. സന്താനങ്ങളുടെ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം കിട്ടുന്നതാണ്. മത്സരങ്ങളിൽ വിജയിക്കാനാകും. സുഹൃത്തുക്കളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാകുവാൻ കഴിയും. സഹപ്രവർത്തകരുടെ അഭിപ്രായം സ്വീകാര്യമാകും. ഔദ്യോഗിക ചുമതലകൾ നിശ്ചിത സമയത്തിനു മുന്നേ പൂർത്തീകരിക്കുവാൻ കഴിയും. ജോലി തേടുന്നവർ ഭാഷാ പ്രാവീണ്യത്തിനായി ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുന്നതാണ്. മുതിർന്നവരുടെ ഉപദേശങ്ങൾ ചെവികൊള്ളില്ല. സമകാലിക പ്രശ്നങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്നതാണ്. ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം. ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുവാൻ നിർദ്ദേശം ലഭിക്കും. കുംഭക്കൂറുകാർക്ക് സന്താനങ്ങളുടെ നിലപാടുകൾ മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ശനിയും സൂര്യനും ബുധനും സഞ്ചരിക്കുകയാൽ പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. ചെറിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വലുതാകും. ശുഷ്കാന്തി ഉണ്ടായിരുന്നാലും ആലസ്യം അനുഭവപ്പെടും. ക്ഷോഭം നിയന്ത്രിക്കുവാൻ പാടുപെടും. നിലപാടുകളിൽ ആർജവം വരുത്തുന്നത് ഗുണകരമാകും. കുടുംബാംഗങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതാണ്. സാമ്പത്തിക ഞെരുക്കത്തിന് തെല്ല് അയവുണ്ടായേക്കും. ചെയ്യുവാനുള്ള കാര്യങ്ങളുടെ
മുൻഗണന നിശ്ചയിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും. കലാകാരന്മാർക്ക് അവസരം അനുകൂലമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടും. മേലധികാരികൾക്ക് അപ്രീതി തോന്നാം. ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് ആരോപണം ഉയരാം. സാമാന്യമായി ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഭോഗസുഖം ഉണ്ടാകുന്നതാണ്. വിരുന്നുകളിലും വിനോദങ്ങളിലും പങ്കെടുക്കും. സ്ത്രീകളിൽ നിന്നും ധനമാർഗം ഉണ്ടാവും. വിലയേറിയ പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. വാരാന്ത്യത്തിന് മികവ് കുറയുന്നതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യബോധവും നിരന്തര പരിശ്രമവും കാര്യവിജയത്തിന് സഹായകമാകും. അധികാരം പ്രകടിപ്പിക്കുന്നതായി ആക്ഷേപം ഉയരുന്നതാണ്. നിർത്തിവെച്ച കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും. സങ്കീർണമായ പ്രശ്നങ്ങൾ ലളിതമായ സമവാക്യങ്ങളിലൂടെ പരിഹരിക്കും. വാക്കുകൾ പരുഷമാകാതെ ശ്രദ്ധിക്കണം. സുഹൃത്ത് സമാഗമങ്ങളിലൂടെ ആഹ്ലാദങ്ങൾക്ക് അവസരം ലഭിക്കും. പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ്. രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും. കലാപരമായ സാധനങ്ങൾക്ക് സന്ദർഭം ഉണ്ടായേക്കും. ആഴ്ച അവസാന ദിവസങ്ങളിൽ ഗ്രഹത്തിൽ സൂര്യൻ കുറയുന്നതായി തോന്നും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്നതാണ്. വ്യത്യസ്ത ചുമതലകൾ ഏകാഗ്രതയോടെ നിർവഹിക്കും. അശുഭചിന്തകളെ ഒഴിവാക്കുന്നതിന് കഴിയുന്നതാണ്. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും. ബിസിനസ്സിൽ തരക്കേടില്ലാത്ത ലാഭം ഉണ്ടാകുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് തുക മാറ്റിവെച്ചേക്കും. സഹോദരൻ്റെ ജോലിക്കാര്യത്തിൽ ശുഭസൂചനയുണ്ടാകും. അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിൽ പോയി വരാൻ അവസരം ലഭിക്കുന്നതാണ്. സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത വേണം. സമഭാവന പ്രശംസിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.